എനിക്കൊരാഗ്രഹം കൂടി ബാക്കിയുണ്ട്. പറമോളെ. ഞാൻ അച്ഛന്റെ മടിയിൽ കുറച്ചു നേരം കിടന്നോട്ടെ? മോളെ വാ. മനസ്സിൽ ഇത്ര ആഗ്രഹങ്ങൾ വെച്ചിട്ട് എന്തിനാ മോളെ ഞങ്ങളെ വിട്ടിട്ട് ഇത്രയും ദൂരം പോകുന്നത്? ഞാൻ ഇപ്പോഴും പറയോ, നീ പോണ്ട പാറു, നമുക്ക് ഒരുമിച്ച് ഇവിടെ കഴിയാം. വെറുതെ രണ്ടുപേരും കരഞ്ഞ് എന്റെ മോളെ കുഴപ്പത്തിലാക്കരുത്. പാറു, നീ ശരിയായ തീരുമാനം തന്നെ എടുത്തത്. മോള് കാര്യമായി പോയിട്ട് വാ. എല്ലാം നല്ല രീതിയിൽ നടക്കും. മോളെ, അവിടെ എത്തിയ ഉടനെ ഫോൺ ചെയ്യണേ. നിന്നെ കാണാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. മാസത്തിൽ ഒരു തവണയെങ്കിലും നീ വീട്ടിൽ വന്നിട്ട് പോണം. ആരോഗ്യം നന്നായി നോക്കണേ മോളെ. പോകാം. എന്റെ അമ്മ പറഞ്ഞു നീ നാട് വിട്ട് പുറത്ത് ജോലി ചെയ്യാൻ പോവാണെന്ന്. ശരിയാണോ? ഇവള് ചോദിച്ചത് കേട്ടില്ലേ? ഉത്തരം പറ. നീ ഞങ്ങളെ വിട്ട് പോവോ? ലക്ഷ്മി ചേച്ചിയുടെ കല്യാണം നടത്താൻ കാശില്ലാത്തതുകൊണ്ടല്ലേ നീ പോകുന്നത്? നീ എങ്ങോട്ടും പോവണ്ട പാറു, ഞങ്ങള് ജോലിക്ക് പൊയ്ക്കോളാം. അമ്പാടി തീപ്പെട്ടി കമ്പനിയിൽ ജോലിക്ക് പൊയ്ക്കോളും. അപ്പൊ ഹോട്ടലിൽ മേശ തുടയ്ക്കാൻ പോവും. എനിക്ക് അമ്പലത്തിന്റെ അടുത്തുള്ള പൂക്കടയിൽ ജോലി കിട്ടും. ഞങ്ങൾക്ക് സമ്പാദിച്ചു കിട്ടുന്ന കാശ് മുഴുവൻ നിനക്ക് തരാം. ആ കാശ് കൊണ്ട് ലക്ഷ്മി ചേച്ചിയുടെ കല്യാണം നമുക്ക് നടത്താം. നീ നമ്മുടെ നാട് വിട്ട് പോവല്ലേ പാറു?